നിങ്ങളിപ്പോൾ കാണുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കോഡ്. അപ്പോൾ ഈ ഒരു കോഡെന്ന് പറയുന്നത് app.py എന്ന് പറയുന്ന ഫയലിനകത്താണുള്ളത്. അപ്പോൾ ആദ്യം കാണുന്നതൊക്കെ ലൈബ്രറികൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. പല ടൈപ്പ് ലൈബ്രറികൾ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും വരുന്നത് സ്ട്രീംലെറ്റ്. ആദ്യം നമ്മൾ കിടക്കുന്ന സ്ട്രീംലെറ്റ് എന്ന് പറഞ്ഞ ലൈബ്രറിയാണ്. നമ്മുടെ വെബിൻ്റെ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രീംലെറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്ട്രീംലെറ്റ് ഒരു വെബ് ഫ്രെയിംവർക്കാണ്. നമുക്ക് വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷനോ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫങ്ഷണാലിറ്റീസ് നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രീംലെറ്റ് ലൈബ്രറി ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത് വരുന്നത് പാൻഡാസ്. പാൻഡാസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഡേറ്റ ടേബിൾ എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് ഡേറ്റ ടേബിൾ അറേഞ്ച്മെൻറ്റ്, അതേപോലെ തന്നെ നമ്മൾ ടേബിളറായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നതാണ് നമ്മുടെ പാൻഡാസ് എന്ന് പറയുന്നത്. നമ്മുടെ അതിൻ്റെ ആളുകൾ എൻട്രി ചെയ്ത് കൊടുക്കുന്ന ഡീറ്റെയിൽസൊക്കെ നമ്മൾ ടേബിളിൻ്റെ രൂപത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ് പാൻഡാസ് എന്ന് പറയുന്നത്. അടുത്ത് വരുന്നത് base64, റാൻഡം, പിന്നെ ടൈം. ഇതൊക്കെ സപ്പോർട്ടിങ് ലൈബ്രറീസ് ആണ്. ചിലതൊക്കെ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ട് ഇത് വേണം. ഓക്കെ, പ്രധാനമായിട്ടും base64 എൻകോഡിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് ഇതിന് ഏതെങ്കിലുമൊക്കെ ലൈബ്രറീസിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. റാൻഡോ അതേപോലെ തന്നെയാണ്. റാൻഡോ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ റാൻഡമായിട്ടൊരു നമ്പർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ടൈമും ഡേറ്റും ഡേറ്റ് ആൻഡ് ടൈം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നതാണ് പ്രധാനപ്പെട്ട ലൈബ്രറീസ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് ആദ്യം കിടക്കുന്നത് പൈറസ് പാഴ്സർ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അത് റെസ്യൂം പാഴ്സർ എന്ന് പറഞ്ഞൊരു ക്ലാസ് അതിനകത്തുണ്ട്, ഈ പൈറസ് പാഴ്സറിനകത്ത്. അപ്പോൾ അതാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, പൈറസ് പാഴ്സർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ PDF-ൽ നിന്നും ടെക്സ്റ്റ് എക്സ്ട്രാക്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ PDF ഫയൽ അപ്ലോഡ് ചെയ്യുന്നു, അതിൽ നിന്ന് ടെക്സ്റ്റ് എക്സ്ട്രാക്റ്റ് ചെയ്ത് എടുക്കുക. അതാണ് ആരുടെ ജോലി എന്ന് പറഞ്ഞാൽ പൈറസ് പാഴ്സർ എന്ന് പറയുന്ന ഇത് ചെയ്യുന്നത്, ഈ ഒരു ലൈബ്രറി ചെയ്യുന്നത്. ഇതിനകത്തുള്ള ഒരു ഫങ്ഷനാണ് എന്തെന്ന് പറയുന്നത് ഈ റെസ്യൂം പാഴ്സർ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ ഈ പൈപാഴ്സറിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു മൊഡ്യൂളാണ് ഈ PDF മൈനർ എന്ന് പറയുന്നത്. ഈ PDF മൈനർ ഉപയോഗിച്ചിട്ട് പല കാര്യങ്ങൾ, അതായത് നമ്മുടെ ലേഔട്ട്, അതിൻ്റെ മൊത്തത്തിലുള്ള ലേഔട്ട്, പിന്നെ നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ലേഔട്ട്. അത് ചില റെസ്യൂമേക്കകത്ത് പിക്ചേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ PDF മൈനർ എന്ന് പറഞ്ഞ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഇതാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഇപ്പം പ്രധാനമായിട്ടും പൈറസ് പാഴ്സറും അതേപോലെ തന്നെ PDF മൈനറുമാണ് നമ്മൾ PDF-ൽ നിന്ന് ടെക്സ്റ്റും അതേപോലെ ബാക്കി ഡീറ്റെയിൽസും ഒക്കെ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നൊരു മൊഡ്യൂളാണ് ഈ പില്ലെന്ന് പറയുന്നത്. പില്ലെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അത് പില്ലോ എന്ന് പറയുന്നൊരു മൊഡ്യൂളുണ്ട്. അത് നമ്മുടെ ഇമേജ് ഹാൻഡ്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിനകത്ത് ഇമേജസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പില്ലെന്ന് പറയുന്ന ഈ ഒരു ലൈബ്രറി ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രം പില്ല് ഇമ്പോർട്ട് ഇമേജ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ PyMySQL അറിയാമല്ലോ, നമ്മൾ ഇതിനകത്ത് SQL ടേബിൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഡാറ്റ അങ്ങോട്ട് കൊടുക്കാനും അതേപോലെ തന്നെ അതിൽ നിന്ന് ഡാറ്റ തിരിച്ച് മേടിക്കാനും ഒക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും, ഈ PyMySQL എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂൾ യൂസ് ചെയ്യും. പിന്നെ സ്ട്രീംലെറ്റ് ടാഗ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രീംലെറ്റുമായി ബന്ധപ്പെട്ട ഇൻ്റർഫേസ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ്. പിന്നെ നെക്സ്റ്റ് വരുന്ന ഈ രണ്ടെണ്ണം അതെന്ന് പറയുന്നത് നമ്മുടെ ലോക്കലായിട്ടുള്ള ഫയലാണ്. അതായത് പ്രധാനമായിട്ട് അതിനകത്ത് കോഴ്സുകൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് ഉണ്ടല്ലോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇതിനകത്താണ്. അപ്പോൾ അതിനെ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത് ഇത് നമ്മുടെ ഇതിനകത്തുള്ള ഫയലുകളാണ്. ഓക്കെ, സിസ്റ്റത്തിനകത്തുള്ള ഫയലുകളാണ്. പിന്നെ അടുത്ത് ഇമ്പോർട്ട് മാറ്റ്പ്ലോട്ട്ലിബ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഗ്രാഫൊക്കെ വരയ്ക്കത്തില്ലേ, പൈ ചാർട്ടൊക്കെ വരയ്ക്കുമല്ലോ നമ്മൾ ആ അഡ്മിൻ പാനലിനകത്ത്, അതിന് വേണ്ടിയിട്ടാണ് ഈ മാറ്റ്പ്ലോട്ട്ലിബ് എന്ന് പറയുന്ന ഈ ഒരു ലൈബ്രറി യൂസ് ചെയ്യുന്നത്. ഈ പ്ലോട്ട്ലി എന്ന് പറയുന്നതും അതേപോലെ തന്നെയാണ്. ഇതേപോലെ എന്തെങ്കിലും വിഷ്വലൈസേഷൻ, അത് നമ്മുടെ മാറ്റ്പ്ലോട്ട്ലിബുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സംഭവമാണ്. അടുത്ത് വരുന്ന ഒരു സംഭവമാണ് NLTK എന്ന് പറയുമ്പോൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ടാസ്ക് എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രധാനമായിട്ട് നമ്മൾ ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതിൽ നല്ലതും ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയും. അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും.
പിന്നെ ഈ സ്റ്റോപ്പ് വേർഡ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ഫങ്ഷനാലിറ്റിയാണ്. ഓക്കെ, അത് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളിവിടെ ആദ്യം കാണുന്നത് ഈ കിടക്കുന്നത് യൂട്യൂബ് വീഡിയോസ് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. നമ്മുടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഇതിനകത്തൊരു ഫയലിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫയലിൽ നിന്നാണ് യൂട്യൂബ് വീഡിയോസിനെ എന്ത് ചെയ്യുന്നത്, എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസാണ്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നത് ഗെറ്റ് ടേബിൾ ഡൗൺലോഡ് ലിങ്ക് എന്ന് പറയുന്ന ഫങ്ഷനാണ്. അത് നമ്മൾ ഈ ലിങ്ക് ഉണ്ടല്ലോ, ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ലിങ്കൊക്കെ വരുമല്ലോ, അത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് യൂട്യൂബ് വീഡിയോസും അതേപോലെ തന്നെ റെക്കമെൻഡേഷൻസൊക്കെ കൊടുക്കുമ്പോൾ ലിങ്കുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കുകൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ് എന്തെന്ന് പറയുന്നത് ഈ ഡാറ്റ ടേബിൾ ഡൗൺലോഡ് ലിങ്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അടുത്ത് വരുന്നതാണ് നമ്മുടെ PDF റീഡർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അത് നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നമ്മൾ ആ PDF നിന്നും കാര്യങ്ങളൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് PDF റീഡർ അല്ലേ, ഇതല്ലേ? ഓക്കെ, അപ്പോൾ PDF റീഡർ ഞാൻ പറഞ്ഞ പോലെ PDF ഇത് തന്നെയാണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ PDF മൈനർ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് അതിൽ നിന്ന് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് അതിനുള്ള ഫങ്ഷൻ. ഓക്കെ, ഇത് മുതൽ ഇതുവരെ PDF റീഡറാണ്. ഇതെല്ലാം അതിനകത്ത് വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതിനകത്ത് PDF റിസോഴ്സ് മാനേജർ എന്നൊക്കെ പറയുന്നത് ക്ലാസ്സാണ്. അപ്പോൾ ആ ക്ലാസ്സൊക്കെ ഇതിൽ വിളിച്ചിട്ട് അതിനകത്തുള്ള ഫങ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ടെക്സ്റ്റ് കൺവെർട്ടർ, ഇതൊക്കെ ഫങ്ഷൻസാണ്, അതിനകത്തുള്ള ഫങ്ഷൻസാണ്. ഈ PDF മൈനർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു PDF നിന്ന് ടെക്സ്റ്റുകൾ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റെപ്പുകളാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത് ഷോ PDF, അതായത് PDF ഡിസ്പ്ലേ ചെയ്യാൻ, അല്ലെങ്കിൽ PDF നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം അതിന് ഡിസ്പ്ലേ ചെയ്യുന്നൊരു സ്റ്റെപ്പുണ്ട്. അത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ DEF ഷോ PDF എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അടുത്ത് വരുന്നത് കോഴ്സ് റെക്കമെൻഡേഷൻസ് നമുക്ക് കാണിക്കത്തില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നമ്മളൊരു ഫയലിനകത്ത് ഒരു ലിസ്റ്റ് ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ലിസ്റ്റിൽ നിന്ന് റാൻഡമായിട്ട്, അതായത് നമ്മുടെ ഇതിന് അനുയോജ്യമായിട്ടുള്ള റാൻഡമായിട്ട് കുറേ എണ്ണം എന്ത് ചെയ്ത് തരും, സെലക്ട് ചെയ്ത് തരും. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന റെസ്യൂമേ അനുസരിച്ച്. പിന്നെ ഡാറ്റാബേസുമായിട്ടുള്ള കണക്ഷൻ ഇവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. py_mysql.connect എന്ന് പറയുന്നതാണ് ആ ഫംഗ്ഷൻ്റെ പേര്. ഓക്കെ, അതായതാണ് ലോക്കൽ ഹോസ്റ്റ്, റൂട്ട്, നമ്മുടെ പാസ്വേഡ്, നമ്മുടെ ഡാറ്റാബേസിൻ്റെ പേര് CV. പിന്നെ അടുത്ത് ഇൻസേർട്ട് ഡാറ്റ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ PDF അപ്ലോഡ് ചെയ്യുമല്ലോ, അതിനകത്തുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ ഡാറ്റാബേസിനകത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ്, അത് ഇൻസേർട്ട് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത് നമുക്കിവിടെ റൺ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അത് ഇമേജും കാര്യങ്ങളൊക്കെ മുകളിൽ നമ്മുടെ മറ്റേ അഡ്രസ് ബാർ പോലെയൊക്കെ അല്ലേ, അതിൻ്റെ ഹെഡിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്, ടൈറ്റിൽ, അതേപോലെ തന്നെ യൂസറാണോ അഡ്മിനാണോ, അങ്ങനെ അതിൻ്റെ സൈഡ് ബാറൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കാണുന്ന യൂസർ സെലക്ട് ചെയ്യാൻ പറ്റും, അഡ്മിൻ സെലക്ട് ചെയ്യാൻ പറ്റും, അതൊക്കെയാണ്. പിന്നെ ഈ താഴെ കാണുന്നത് ഈ ഡാറ്റാബേസും ടേബിളും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സുകളാണ്. അത് നമ്മളിപ്പോൾ നോക്കേണ്ട കാര്യമില്ല, കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഡാറ്റാബേസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സാണ്. ഓക്കെ, അത് നമ്മൾ കോഡിൽ ജസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് വർക്ക് ആവത്തില്ല, കാരണം നമ്മൾ ഡാറ്റാബേസ് ആൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ടൈം നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഈ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡുകളാണ്. പിന്നെ അടുത്ത് വരുന്നത് ഇഫ് ചോയ്സ് ഈക്വൽ ടു യൂസർ. അപ്പോൾ നിങ്ങൾ അതിനകത്ത് യൂസറും അഡ്മിനും എന്ന് പറഞ്ഞ് രണ്ട് സംഭവങ്ങളുണ്ട്. അതിൽ യൂസർ സെലക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും, അഡ്മിൻ സെലക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും, അതാണ്. ഇപ്പോൾ യൂസർ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിൻഡോ വരത്തില്ലേ, അതാണ്. നമ്മൾ PDF അപ്ലോഡ് ചെയ്യാനും അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്ത PDF വ്യൂ ചെയ്യാനും റെക്കമെൻഡേഷൻസ് കാണിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള കോഡുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കണ്ടല്ലോ, ഹെഡർ, റെസ്യൂം, അനാലിസിസ് ചെയ്തതിന് ശേഷം ഉള്ള കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെയിം, ഇമെയിൽ, കോൺടാക്റ്റ്, പിന്നെ റെസ്യൂം പേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. പിന്നെ എക്സ്പീരിയൻസിൻ്റെ ബേസിസിൽ, അതായത് എക്സ്പീരിയൻസ് <3 ആണെന്നുണ്ടെങ്കിൽ എന്ത് ഡിസ്പ്ലേ ചെയ്യണം, ഫ്രഷറാണെന്ന് കാണിക്കണം. >= 3 ആണെങ്കിൽ ഇൻ്റർമീഡിയറ്റ്, >10 ആണെന്നുണ്ടെങ്കിൽ വെൽ എക്സ്പീരിയൻസ്ഡ് എന്നുള്ളതാണ്. അടുത്ത് ഇവിടെ സബ് ഹെഡർ സ്കിൽ റെക്കമെൻഡേഷൻ. ഇപ്പോൾ സ്കിൽ റെക്കമെൻഡേഷൻസിൻ്റെ സ്റ്റെപ്പാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അത് ബേസ് ചെയ്തിട്ട് റെക്കമെൻഡേഷൻസ് കൊടുക്കും. ഇതൊക്കെ നമ്മൾ ലിസ്റ്റിനകത്താണ് സേവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ സ്ക്വയർ ബ്രാക്കറ്റ് കാണുമ്പോൾ ശ്രദ്ധിക്കുക, അത് ലിസ്റ്റാണ്. മുമ്പ് പൈത്തണിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ലിസ്റ്റിനകത്ത് നമ്മുടെ ഈ സ്കില്ല് റെക്കമെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് വെച്ചിട്ടുണ്ട്. അതൊക്കെ ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ആ റെസ്യൂമേയിൽ ഇല്ലാത്ത സ്കിൽസ് ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടോപ്പായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആൻഡ്രോയിഡിൻ്റെ കീവേഡ്, പിന്നെ ഡാറ്റ സ്ട്രക്ചർ, UI UX, പിന്നെ iOSൻ്റെ കീവേഡ്, മെയിനായിട്ട് വരുന്ന ഇതിൻ്റെ എല്ലാം ലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ്. പിന്നെ ഈ റെക്കമെൻഡഡ് സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്. പിന്നെ കോഴ്സ് റെക്കമെൻഡേഷൻസ്, എന്തൊക്കെ കോഴ്സ് അല്ലെങ്കിൽ സ്കില്ലുകൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതേപോലത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത്. ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഓരോന്ന് ആ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്തോളും. ഇത് ഡാറ്റാ സയൻസിൻ്റെ റെക്കമെൻഡേഷൻ, ഇത് വെബ് ഡെവലപ്മെൻറ്റിൻ്റെ റെക്കമെൻഡേഷൻ, ഇത് ആൻഡ്രോയിഡ് ആപ്പിൻ്റെ റെക്കമെൻഡേഷൻ, പിന്നെ iOS തുടങ്ങിയ കാര്യങ്ങൾ, UI UX, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഹോബീസ് ഓർ ഇൻട്രസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ സ്കോർ കൊടുക്കുന്ന കാര്യങ്ങളാണ് കണ്ടോ. ഫസ്റ്റ് റെസ്യൂമേ റൈറ്റിംഗ് റെക്കമെൻഡേഷൻസ്, പിന്നെ റെസ്യൂമേ സ്കോർ. ഫസ്റ്റ് ഇനീഷ്യലി 0 ആയിരിക്കും. പിന്നെ നമ്മുടെ റെസ്യൂമേ അനലൈസ് ചെയ്തിട്ട് ഓരോ ഇതിനനുസരിച്ച് സ്കോർ ഇവിടെ എന്ത് ചെയ്യും. ഇവിടെ ഒബ്ജക്റ്റീവ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 20 മാർക്ക്, പിന്നെ ഡിക്ലറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 20 പോയിൻറ്റ്സ്, പിന്നെ അത് ഇൻട്രസ്റ്റുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 20 പോയിൻറ്റ്സ്. അങ്ങനെയാണ് നമ്മൾ ഇതിന് സ്കോർ കൊടുക്കുന്നത്. ഇവിടെ സ്കിൽസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 20 പോയിൻറ്റ്, പ്രോജക്റ്റ് 20 പോയിൻറ്റ്. ഓക്കെ, ഇതെല്ലാം കൺസിഡർ ചെയ്യും. ഇതൊക്കെ അതിനകത്തുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഫുൾ സ്കോർ ലഭിക്കുക. അല്ലെങ്കിൽ അതിനനുസരിച്ച് കുറയും. ഇവിടെ എല്ലായിടത്തും ഒരു ഇഫും അതേപോലെ തന്നെ അതിനകത്ത് കണ്ടീഷൻസ്, എൽസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ റെസ്യൂമയുടെ സ്കോർ ഡിസ്പ്ലേ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് പ്രധാനമായിട്ട്. പിന്നെ ലാസ്റ്റ് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. ഓക്കെ, നമ്മുടെ റെസ്യൂമേ എഴുതുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, റെസ്യൂമേയുടെ ടിപ്സ്, അത് യൂട്യൂബ് ചാനലിൻ്റെ നമ്മുടെ ലിങ്ക് വരുമല്ലോ, അതൊക്കെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ അത് ജസ്റ്റ് ഇതിനകത്തൊരു ഫയലുണ്ട്, അതിനകത്ത് നിന്ന് റെക്കമെൻഡേഷൻസ് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നത് അഡ്മിൻ സൈഡാണ്. അഡ്മിൻ സൈഡിൽ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കോഡാണ് ആദ്യത്തെ ഈ കുറച്ച് കോഡുകൾ. ഓക്കെ, ഇത് ലോഗിൻ ബട്ടണാണ്. ഈ FST ഡോട്ട് ബട്ടൺ എന്ന് പറയുന്നത് ലോഗിൻ ബട്ടണാണ്. ഇതിനകത്ത് അഡ്മിനും ഉണ്ട്, അതേപോലെ അഡ്മിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്ന അഡ്മിനും, പിന്നെ പാസ്വേഡ് എന്ന് പറയുന്ന അഡ്മിൻ 1 2 3. നമ്മളിതിനെ ഡാറ്റാബേസ് ആയിട്ട് ചെയ്തിട്ടില്ല, അല്ലാതെ കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഡിസ്പ്ലേ ഡാറ്റ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ഇൻഫർമേഷൻസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ആരൊക്കെ ഒരു ടേബിളായിട്ട് കാണിക്കത്തില്ലേ, അതൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. ID, നെയിം, ഇമെയിൽ, റെസ്യൂം സ്കോർ, ടൈം സ്റ്റാമ്പ്, ടോട്ടൽ പേജ്, പ്രെഡിക്റ്റഡ് ഫീൽഡ്, യൂസർ ലെവല്, ആക്ച്വൽ സ്കിൽസ് തുടങ്ങിയ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ മറ്റേ പൈ ചാർട്ടൊക്കെ വരുമല്ലോ, അതിൻ്റെത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ യൂസറിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ കാണിക്കുന്ന കോഡാണ് ഇവിടെ വരുന്നത്. പിന്നെ അതുപോലെ റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെ വരും. ഇവിടെ പൈ ചാർട്ട്, നമ്മളൊരു പൈ ചാർട്ട് കാണിക്കത്തില്ലേ, അത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ലാസ്റ്റ് വരുന്നത് ലോഗിൻ ഫെയിലായി കഴിഞ്ഞാൽ റോങ് ID ആൻഡ് പാസ്വേഡ്, അതായത് നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ ഇത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. പിന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് ചോദിക്കത്തൊന്നുമില്ല, നിങ്ങളത് കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. ഈ ഏതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഡയറക്ടറിയുടെ സ്ട്രക്ചർ നിങ്ങളെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഇതിലെ ആപ്പ് എന്ന് പറയുന്ന ഇതാണ് നമ്മൾ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ച ഫയൽ. ഇതിലെ കോഴ്സസ് എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. അത് കോഴ്സ് റെക്കമെൻഡേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രധാനമായിട്ടും വരുന്ന കോഴ്സുകളുടെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് കോഴ്സുകളുണ്ട്, DS കോഴ്സ്, ഇതെല്ലാം ലിസ്റ്റിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, ലിസ്റ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ സംഭവം, UI UX അങ്ങനെയുള്ള സാധനങ്ങൾ. വേറെ ഒന്നുമില്ല, അഡീഷണലായിട്ടൊന്നുമില്ല. ഓക്കെ, പിന്നെ ഈ റെസ്യൂമയുടെ വീഡിയോസ് ഉണ്ടല്ലോ, അതിൻ്റെ ലിങ്കുകൾ, യൂട്യൂബിൻ്റെ ലിങ്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ലിങ്കുകളും കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് താഴെ റെക്കമെൻഡേഷൻസ് ആയിട്ട് വരുന്നത്. ഇത് കോഴ്സും ഇത് ലാസ്റ്റ് നമ്മൾ ഒരു റൈറ്റിംഗ്, അതായത് നമ്മുടെ റെസ്യൂമേ റൈറ്റിംഗ് സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ വരത്തില്ലേ, അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ വരുന്നത് ഇതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള റെസ്യൂമയൊക്കെ ഇതിനകത്തുണ്ടാവും. അപ്ലോഡ് ചെയ്യുന്ന റെസ്യൂമേ ഇതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും.
പിന്നെ ഇത് ലോഗോയാണ്, അത് നമ്മുടെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇമേജ്. ഈ ഇമേജൊക്കെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പില്ലെന്ന് പറഞ്ഞിട്ട് ലൈബ്രറിയിലെ അത് യൂസ് ചെയ്തത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഇതിനകത്തുള്ളൂ. ഓക്കെ, സിമ്പിളാണ്. ഇപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾക്ക് രണ്ട് ഫയലുള്ള ആപ്പും കോഴ്സും. ഈ കോഴ്സസിനകത്ത് കോഴ്സുകളും അതേപോലെ തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോസും ഉണ്ട്. ഇതിനകത്ത് ആപ്പിനകത്ത് എന്തുണ്ട്, ആപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്താണ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഫുൾ കോഡുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ.